ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസിൽ പോവാണ് അല്ലെ. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിൽ ഇനി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാലാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുക എന്നുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി എങ്ങനെ പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് നേടണം എന്നാണ് നോക്കാം. നമുക്ക് എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണണം. നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കണം. അതിനനുസരിച്ചുള്ള വീഡിയോസും ക്ലാസ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ വെൻ സൈലം ഈസ് ഹിയർ നോ ഫിയർ അല്ലെ. എന്തിനാണ് നിങ്ങൾക്ക് പേടി? അപ്പൊ സൈലം ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് നേരെ ഈ കാര്യങ്ങളിലേക്ക് തന്നെ നോക്കാം. ഇനി എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് ഇനി ബേസിക് സയൻസിന് വേണ്ടിയിട്ട് നമുക്കറിയാം 10 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഏത് ചാപ്റ്റേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഏത് രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നു, ഇതൊക്കെ നമുക്ക് നോക്കാം. റെഡിയല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കിയാലോ. നമുക്ക് ഇനി നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം വരാൻ പോകുന്നത് 19-ാം തീയതിയാണ് അല്ലെ. മാർച്ച് 19-നാണ്. ഇന്ന് ഈ ഒരു 8-ാം തീയതി തൊട്ട് നമ്മൾ പിന്നെ നാളെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് 10 ദിവസം ഉണ്ട് അല്ലെ. 10 ദിവസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ ഇടയിൽ മറ്റു സബ്ജക്ട്സ് മാത്സ് ഒക്കെ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ അതിനനുസരിച്ച് തന്നെ പഠിക്കണം. പക്ഷെ എന്ത് ചെയ്യണം, ഈ 10 ദിവസം എങ്ങനെ പഠിക്കണം, ഏത് ചാപ്റ്റേഴ്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്ന രീതിയിൽ നമ്മൾ നോക്കണം. അപ്പൊ 19-ാം തീയതി നിങ്ങളുടെ 16 എക്സാം കഴിയുമ്പോൾ 16, 17, 18 3 ദിവസം നമുക്ക് മാരത്തൺ ലൈവും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവ് ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. ഇനി ഈ ഉള്ള ദിവസങ്ങളിൽ ഏത് ചാപ്റ്റർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നോക്കാം, നമ്മുടെ ആദ്യത്തെ പാർട്ട് 1-ൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കി 5 ചാപ്റ്റർ ആണ്. റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ, മണ്ണിൽ പൊന്നു വിളയിക്കാം. അതുപോലെ തന്നെ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ്, പ്രകാശ വിസ്മയങ്ങളുണ്ട്. ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്, ആസിഡുകളും ആൽക്കലികളും. അതുപോലെ തന്നെ ത്രൂ ദ എലിമെന്ററി കനാൽ, പിന്നെ എന്താണ് വെൻ ദ കറന്റ് ഫ്ലോസ്. ഈ 5 പാഠം എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് കൂടുതലും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓണം എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് നമ്മൾ വളരെ ക്ലിയർ കട്ട് ആയിട്ട് ഓൾമോസ്റ്റ് നിങ്ങൾ കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചതാണ്. പക്ഷേ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ചാപ്റ്ററുകളാണ്? നമ്മുടെ 2-ാം ഭാഗത്തു നിന്നാണ്. ഓക്കെ, 2-ാം ഭാഗത്തു നിന്നാണ്. 2 ഭാഗത്ത് നിന്ന് നോക്കിക്കേ, ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും 5 മാർക്കിൽ നിന്നുമാണ് നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ നമ്മുടെ 7-ാമത്തെ പാഠം പ്രഷർ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, മർദ്ദം ദ്രാവകത്തിലും വാതകത്തിലും, ആ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രീത്ത് ആൻഡ് ബ്ലഡ് ഓഫ് ലൈഫ്, പ്രാണവായുവും ജീവരക്തവും എന്ന ചാപ്റ്ററിൽ നിന്നും, പിന്നെ പാർട്സ് ഓഫ് ഹീറ്റ് ഫ്ലോ, താപം ഒഴുകുന്ന വഴികൾ, അതുപോലെ തന്നെ അവസാനത്തേത് സേഫ്റ്റി ഇൻ ഫുഡ് ടു, സുരക്ഷ ഭക്ഷണത്തിലും. ഈ അവസാനത്തെ പാഠഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ചാപ്റ്റർ അല്ലെ, കൂടുതൽ മാർക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അപ്പൊ ചോദ്യങ്ങൾ നമുക്കറിയാം, നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് വരെ വരുന്നുണ്ട്. നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പാർട്ട് 2 ആണ്. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? പാർട്ട് 2 ചാപ്റ്ററിൽ നിന്നാണ്. പാർട്ട് 2-ൽ നിന്ന് കൂടുതൽ മാർക്കിൽ നിന്ന് ചാപ്റ്റേഴ്സ് വരുന്നതുകൊണ്ട് അത് നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ചാപ്റ്ററാണ്? നമുക്ക് 10, 9, 8, 7 ഈ ചാപ്റ്ററുകളാണ് കൂടുതലായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്തൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യണം? ഈ പാഠഭാഗത്തിലെ തന്നെ, അതുമല്ല 5 മാർക്കിൽ നിന്ന് വരുന്ന മറ്റു പാഠഭാഗങ്ങളാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മുടെ ബേസിക് സയൻസിൽ വരുന്നത് ചിത്രങ്ങൾ ചോദിച്ചിട്ടാണ്. ചിത്രങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം, ആ ഭാഗത്ത് കണക്ട് ചെയ്തിട്ട് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം ലൈവിൽ തന്നെ കണ്ടിരുന്നു അല്ലെ, നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പിക്ചർ, ആ ഒരു ഇല്ലസ്ട്രേഷൻ, കുപ്പിയിലുള്ള ബലൂൺ വെച്ചിട്ടുള്ളത്, അത് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്പിറേഷനും എക്സ്പിറേഷനും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചിത്രവും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. അത് മാത്രമല്ല, അതിന്റെ കൂടെ പഠിക്കേണ്ടതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ. നിങ്ങളോട് പരീക്ഷണത്തിന്റെ സ്റ്റെപ്പ് എഴുതാൻ, അതിന്റെ പ്രൊസീജിയർ എഴുതാൻ ചോദിക്കും. ആ പരീക്ഷണങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം തന്നിട്ട്, ഇപ്പം നമ്മൾ 6-ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് എന്താണ്, മണ്ണിന്റെ ആ ഒരു പൊറോസിറ്റി, അല്ലെങ്കിൽ മണ്ണിലെ ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണ് ഏത്, ഏറ്റവും കൂടുതൽ വെള്ളത്തെ പിടിച്ചു നിർത്താൻ കഴിവുള്ള മണ്ണ് ഏത്. അപ്പം മണലുകളിൽ തമ്മിലുള്ള പരീക്ഷണം എഴുതാൻ ചോദിക്കാം. അപ്പം പരീക്ഷണം, എക്സ്പെരിമെന്റ്സ് എഴുതാൻ നല്ല രീതിയിൽ പഠിക്കണം. അതെന്തായാലും 5 മാർക്കിന് പ്രവർത്തനമായിട്ട് വരുന്നതാണ്, ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ഇനി ഈ ചിത്രങ്ങളും പരീക്ഷണങ്ങളും നിർബന്ധമായിട്ടും പഠിക്കണം. ആ ചിത്രങ്ങളും എക്സ്പെരിമെന്റ് തന്നെയാണ് നമ്മുടെ പരീക്ഷ പേപ്പറിൽ ഷുവർ ആയിട്ടും വരാൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? 10, 9, 8, 7 6-ാമത്തെ ചാപ്റ്റർ 2-ാമത്തെ പാഠഭാഗത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും 10 മാർക്കിന് ചോദ്യം വരിക. ബാക്കിയുള്ളതിൽ എന്താണ്, 5 മാർക്കിനും പ്രവർത്തനങ്ങൾ വരുന്നതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്,
ആകെ 10 പ്രവർത്തനങ്ങൾ, അതിൽ 8 പ്രവർത്തനങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. ആകെ 10 പ്രവർത്തനങ്ങളാണ്, അതിൽ 8 പ്രവർത്തനങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷെ 8 പ്രവർത്തനങ്ങൾ എന്താണ്, നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട്, നമ്മൾ പറയും 2 പ്രവർത്തനങ്ങൾ ഒരേ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ടാകാം. അപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ അത് എഴുതുക. എല്ലാം എഴുതി കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ബാക്കി 2 കൂടെ എഴുതി വെച്ചേക്കാം കേട്ടോ. ബാക്കി 2 കൂടെ മിസ്സാക്കേണ്ട. സമയമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ 2 കൂടെ എഴുതുക. നിങ്ങളെ കൊണ്ട് ഫുൾ കോൺഫിഡൻസിൽ എഴുതാൻ പറ്റുന്ന 8 പ്രവർത്തനങ്ങൾ എന്തായാലും എഴുതുക. സമയം ഉണ്ടെങ്കിൽ ബാക്കി 2 കൂടെ എഴുതുക. ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് നേടാൻ പറ്റും. അങ്ങനെ ബേസിക് സയൻസിൽ എന്താണ്, ഫുൾ മാർക്ക് ഇതേ സ്ട്രാറ്റജി വെച്ചിട്ട്, ഇതേ പ്ലാൻ വെച്ചിട്ട് നമ്മൾ പഠിച്ച് നേടണം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതേപോലെ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുക. ചിത്രങ്ങള്, പരീക്ഷണങ്ങൾ, എക്സ്പെരിമെന്റും പിക്ചേഴ്സും വളരെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കണം. നല്ല രീതിയിൽ ഉഷാറായിട്ട് തന്നെ ഇനിയുള്ള മാരത്തൺ ലൈവിലും കോണ്ടന്റ് വീഡിയോസും ഒക്കെ നിങ്ങൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്നൊക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ട ചാപ്റ്റർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് വീഡിയോസ്. അടിപൊളിയായിട്ട് നമുക്ക് പരീക്ഷ നേരിടാം. ഫുൾ മാർക്ക് തന്നെ ബേസിക് സയൻസിൽ നേടാം. ഓക്കെ, ബൈ ബൈ.